അപ്പോൾ നമുക്ക് അടുത്ത് കാണാനുള്ളത് ഇറ്റ് ഈസ് നോൺ ആസ് ദി ലെറ്റ് us say അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ കഴിഞ്ഞു, നമ്മുടെ ബേസിക് അരിത്മെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇറ്റ് ഈസ് ദ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ എന്താ ചെയ്യുന്നത്, കമ്പയർ ചെയ്യാണ്. അപ്പോൾ രണ്ട് വേരിയബിൾസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ യു ആർ കമ്പയറിങ് ദം. ഈസ് ഇറ്റ് ഗ്രേറ്റർ ദാൻ, ഈസ് വൺ വേരിയബിൾ ഗ്രേറ്റർ ദാൻ ദി അതർ, അതോ മറ്റേ രണ്ടാമത്തെ വേരിയബിളാണോ വലുത്, ആദ്യത്തെ വേരിയബിളാണോ വലുത്. എക്സും വൈ രണ്ട് വേരിയബിൾ ആണെങ്കിൽ എക്സ് ലാർജർ ദാൻ വൈ, അല്ലെങ്കിൽ എക്സ് ലാർജർ ദാൻ ഓർ ഈക്വൽ ടു വൈ, ഈസ് എക്സ് ഈക്വൽ ടു വൈ, എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു വൈ. ഇതെല്ലാം ഇതിൽ വിടും. ദീസ് ആർ ഓൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഇതെല്ലാമാണ് എന്ത് നമ്മുടെ പൈത്തണിൽ ഉപയോഗിക്കുന്ന കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. എക്സ് ഈക്വൽ ടു 10. ഓക്കെ, ലെറ്റ് us say വൈ ഈക്വൽ ടു 20. ഇനി ആദ്യം നമ്മൾക്ക് ഇപ്പോൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് രണ്ടും തുല്യമല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാമതൊരു വേരിയബിൾ ഇസഡ് ഡിക്ലെയർ ചെയ്യണം. ഇസഡ് നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. എക്സിന് ശേഷം 2 ഈക്വൽ ടു ഇടുകയാണ്. ഓക്കെ, വൈ. ദിസ് ഇസ് എ കമ്പാരിസൺ ഓപ്പറേറ്റർ. ഇത് ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഈസ് എക്സ് ഈക്വൽ ടു വൈ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വൈയും എക്സും തുല്യമാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ ഒരു ഓപ്പറേറ്ററിനും കൂടെ നമ്മൾ സാധ്യമാക്കുന്നത്. സോ 2 ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കമ്പാരിസൺ. വി ആർ ആസ്കിങ് ഈസ് എക്സ് ഈക്വൽ ടു വൈ. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, എക്സ് വൈക്ക് തുല്യമല്ല അല്ലേ. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കമ്പാരിസൺ ഓപ്പറേറ്റർ ഉപയോഗിച്ചാൽ നമുക്ക് 2 ഔട്ട്പുട്ടുകളെ കിട്ടുള്ളൂ. ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഓക്കെ, നമ്മളിപ്പോൾ ഇത്തരം ഡിക്ലെയർ ചെയ്തല്ലോ. ഞാനിനി പറയുകയാണ് പ്രിൻറ്റ് ഇസഡ് അല്ലേ. ഇസഡിൽ നമ്മൾ എന്താ ചോദിച്ചേക്കണം, എക്സും വൈയും തുല്യമാണോ? തുല്യമല്ലല്ലോ. അപ്പോൾ നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ എന്താ കേട്ടോ, ഫോൾസ് അല്ലേ. കാരണം എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള കണ്ടീഷൻ ഫോൾസ് ആണ്. ഇനി നമ്മൾ പറയാണ് ലെറ്റ് us say ഇസഡ് ഈക്വൽ ടു എക്സ് ലെസ് ദാൻ വൈ. അതും ഒരു കമ്പാരിസൺ ഓപ്പറേറ്റർ. നമ്മളിപ്പോൾ എന്താ ചെയ്യണം, ഈസ് എക്സ് ലെസ് ദാൻ വൈ എന്ന് ചോദിക്കുകയും ചെയ്യണം അല്ലേ. എക്സ് വൈക്കാട്ട് ചെറുതാണ്, ട്രൂ ആണ്. അപ്പോൾ നമ്മളിനി എൻ്റർ അടിക്കുന്നു. നമ്മൾ വീണ്ടും കൊടുക്കുകയാണ് പ്രിൻറ്റ് സെഡ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ട്രൂ അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ചോദിക്കണം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. ലെറ്റ് us say ഇസഡ് ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. നമ്മൾ വീണ്ടും കൊടുക്കുന്നു പ്രിൻ്റ് സെഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, ട്രൂ ആണ്. കാരണം എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. ഇനി നമ്മൾ വേറൊരു ട്രിക്ക് ഉപയോഗിക്കാൻ പോകണം. എന്താണെന്ന് വെച്ചാൽ നൗ ലെറ്റ് us say വൈ ഈക്വൽ ടു 10. ഓക്കെ, അപ്പോൾ വൈൻ്റെ വാല്യൂ നമ്മളിപ്പോൾ മാറ്റി. വൈ ഈക്വൽ ടു 20 ആയിരുന്നു, നമ്മൾ രണ്ടാമത് വൈ ഈക്വൽ ടു 10 കൊടുത്തു. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണ്ടാവും. നമുക്ക് അങ്ങനെ തോന്നിയ പോലെ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മാറ്റാം. ദർ ഇസ് നോ പ്രോബ്ലം. നമ്മൾ ഏറ്റവും അവസാനം എന്ത് വാല്യൂ ആണോ കൊടുത്തിട്ടുള്ളത് അതേ പൈത്തൺ സ്റ്റോർ ചെയ്യുള്ളൂ. ഇത് സീൽ ഇതുപോലെ തന്നെയാണ് പൈത്തണിൽ. അതുപോലെ തന്നെ നമ്മൾ അവസാനം നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആണ് ഇതിൽ ആ വേരിയബിൾ നെയിം സ്റ്റോർ ചെയ്യുക. സോ 10 ഈസ് ഗിവൺ ടു ദ വേരിയബിൾ വൈ എന്നാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കിയേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇസഡ് ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് കൊടുത്തു നോക്കാം. കാരണം ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താ, ഈസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്നുള്ള ചോദ്യമാണ്. നമ്മൾ എൻ്റർ അടിച്ചു. ഓക്കെ, ഇനി നമ്മൾ പ്രിൻ്റ് സെഡ് കൊടുക്കുകയാണെങ്കിൽ ട്രൂ. കാരണം ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നൊരു ക്ലോസ് കിടപ്പുണ്ട്. അപ്പോൾ ഈക്വൽ ടു ആണ്, അതുകൊണ്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു. ഓക്കെ, സോ ദിസ് ഇസ് ദി വാട്ട് ഈസ് എ കമ്പാരിസൺ ഓപ്പറേറ്റർ. ഇനി വേറൊരു കാര്യം നോക്കാം. ഇസഡ് ഈക്വൽ ടു എക്സ്. ഞാൻ ആദ്യം ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കുക, എന്നിട്ടൊരു ഈക്വൽ ടു ഇടുക, എന്നിട്ടൊരു വൈയും കൊടുത്തു. ഈ എക്സ്ക്ലമേഷൻ ഈക്വൽ ടു എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നോട്ട് ഈക്വൽ ടു ആണ്. ഓക്കെ, നമ്മളിപ്പോൾ എക്സിന് എന്താ കൊടുത്തിട്ടുള്ളത് 10, വൈക്ക് എന്താ കൊടുത്തിട്ടുള്ളത് വൈയും 10 അപ്പോൾ ഈ നമ്മൾ ഇസഡ് ഈക്വൽ ടു എക്സ് നോട്ട് ഈക്വൽ ടു വൈ എന്ന് ചോദിച്ചാൽ നമ്മൾ എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഫോൾസ് ആണ്. അപ്പോൾ ഇസഡ് എന്തായിരിക്കും, ഇസഡ് ഫോൾസ് ആയിരിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ലെറ്റ് us say പ്രിൻറ്റ് ഇസഡ് കൊടുത്താൽ നമുക്ക് എന്ത് കാണുന്നു, ഫോൾസ്. കാരണം എക്സും വൈയും തുല്യമാണ്. ഇനി അതല്ല, ഞാൻ കൊടുക്കുകയാണ് എക്സ് ഈക്വൽ ടു 12. ഓക്കെ, വൈ ഈക്വൽ ടു 34. ഓക്കെ, ഇസഡ് ഈക്വൽ ടു എക്സ്
നോട്ട് ഈക്വൽ ടു വൈ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ കൊടുക്കുകയാണ് പ്രിൻ്റ് ഇസഡ്. ട്രൂ ആണ്, കാരണം എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു വൈ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പാരിസൺ ഓപ്പറേറ്റർ അല്ലെങ്കിൽ റിലേഷൻ ഓപ്പറേറ്റർ എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സ്, അതായത് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനെ ഈ 6 ഓപ്പറേറ്റേഴ്സിനാണ് നമ്മൾ എന്ത് പറയുക? ദേ ആർ ദ കമ്പാരിസൺ ഓർ ദി റിലേഷൻ ഓപ്പറേറ്റേഴ്സ്. ഇവിടെ പ്രത്യേകത, ഇവർക്ക് ഔട്ട്പുട്ട് ഇറ്റ് ഈസ് ഐദർ എ ട്രൂ ഓർ എ ഫോൾസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഏത് വേരിയബിളിനെ കുറിച്ച് അറിയാനുള്ളത്. ഇറ്റ് ഈസ് ദി കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദി വാട്ട് യു കോൾ ആസ് യുവർ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ലോജിക്കൽ എന്നുള്ള പേര് വേറെ എവിടെ കേട്ടിട്ടുള്ളത്? ഗേറ്റ്സിനാണ് കേട്ടല്ലേ, ലോജിക് ഗേറ്റ്സിലാണ് കേട്ടിട്ടുള്ളത്. അതേപോലെ ലോജിക് ഗേറ്റ്സിലുള്ള പോലെ തന്നെ 3 ബേസിക് ഓപ്പറേറ്റർ, നമ്മൾ 3 ബേസിക് ഗേറ്റ്സ് അതൊക്കെ നമ്മൾ പഠിച്ചത് ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ് അല്ലെങ്കിൽ നോട്ട് ഗേറ്റ് എന്ന് പഠിച്ചിട്ടില്ലേ. അതേപോലെ തന്നെ ഇതിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഒരു ആൻഡ് ഓപ്പറേറ്റർ ഉണ്ട്, ഒരു ഓർ ഓപ്പറേറ്റർ ഉണ്ട്, ഒരു നോട്ട് ഓപ്പറേറ്ററും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ, ലെറ്റ് us write a program. നമ്മുടെ ടെക്സ്റ്റിലുള്ള അതേ കാര്യം തന്നെ നമുക്ക് എടുക്കാം, നോട്ടിൽ തന്നിട്ടുള്ള അതേ കാര്യം തന്നെ നമുക്ക് എടുക്കാം. നമുക്കൊരു കാര്യം കൊടുക്കാം, എക്സ് ഈക്വൽ ടു 10, ഓക്കെ, വൈ ഈക്വൽ ടു 15, ഓക്കെ, ആൻഡ് ഇസഡ് ഈക്വൽ ടു 20. അപ്പോൾ നമ്മൾ 3 വേരിയബിൾസ് ഇപ്പോൾ അസൈൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എക്സും വൈയും തുല്യമല്ല, ശരിയാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ പറയാണ്, ലെറ്റ് us say we give a print. ഇവിടെ പ്രിൻറ്റിന് നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. പ്രിൻ്റ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മൾ എക്സ് EQUALS ഈക്വൽസ് വൈ ഈസ് എന്നും പറഞ്ഞ ഒരു സ്പേസും കൊടുത്ത് കോഡ്സ് അങ്ങ് ഡബിൾ കോഡ്സ് അങ്ങ് ക്ലോസ് ചെയ്യുക. ഡബിൾ കോഡ്സോ സിംഗിൾ കോഡ്സോ ഉപയോഗിക്കാൻ പ്രശ്നമില്ല. എന്നിട്ടൊരു കോമ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലെറ്റ് us say എക്സ് ഡബിൾ ഈക്വൽ ടു വൈ ഇങ്ങനെ ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ഇത് എക്സ് ഈക്വൽസ് വൈ ഈസ് ഫോൾസ്, കാരണം നമ്മളവിടെ എന്ത് ഉപയോഗിച്ചു? നമ്മൾ റിലേഷൻ ഓപ്പറേറ്റർ